ഇത് മൂന്നും ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അവിടെ തനിയെ സംഭവിക്കുന്നതാണ് ആനന്ദം. അവിടെ തനിയെ ഈ ഭയം നിങ്ങളെ വിട്ടകന്ന് പോകുന്നതുമായിരിക്കും. ഇതാണ് ആനന്ദത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. നമസ്കാരം. ജീവിതത്തില് ഭയം അകറ്റിക്കൊണ്ട് ജീവിക്കണം എന്നൊരാഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. അപ്പൊ ഭയം എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ഭയം ഉള്ളത്? ഒന്ന്, മരണഭയം. രണ്ട്, നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അസുഖങ്ങൾ വരുമോ എന്നുള്ള ഭയം. മൂന്ന്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള ഭയം. ഇതെല്ലാം ഭയങ്ങൾ തന്നെയാണ് അല്ലെ? ഇനി ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് അറിയോ? സത്യത്തില് നിങ്ങൾ ഈ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഒന്ന് മരണം, രണ്ട് നിങ്ങളെ ആരോഗ്യത്തിന്റെ കാര്യം, മൂന്ന് ഈ ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾ, ഇതെല്ലാം നശ്വരങ്ങളാണ്. ഈ പ്രകൃതിയിലെ എല്ലാം നശ്വരങ്ങൾ തന്നെയാണ്. ഇത് ഉറപ്പായിട്ടും ഒരു നാൾ അവസാനിച്ചിരിക്കും. അപ്പൊ സത്യത്തില് സത്യമായതിനെ ഓർത്തിട്ടാണ് നമ്മളുടെ എല്ലാ ഭയങ്ങളും ഇരിക്കുന്നത്. പക്ഷെ ഭയം നമുക്ക് ആവശ്യവുമാണ്. ജീവിതത്തില് നിങ്ങൾക്ക് ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ കുഴികളിലും പോയി ചാടിയാനെ അല്ലെ? അപ്പൊ ഭയം എന്നത് സത്യത്തിൽ നമ്മളെ ജാഗ്രതയോടൊപ്പം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, നീ മരണത്തിന്റെ കാര്യം, ആരോഗ്യത്തിന്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ, അവർ നിങ്ങളെ വിട്ടുപോകുമോ എന്നുള്ള പേടി, ഭയം, ഇതെല്ലാം ജാഗ്രതയോടൊപ്പം ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ എന്താ ഈ ജാഗ്രത എന്ന് പറയണത്? ജാഗ്രത എന്നാലും 100%. നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾ, നിങ്ങൾ അവരോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരോട് നിങ്ങൾ മോശം വാക്കുകൾ നിങ്ങൾ അവരോട് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നാളെ എന്നുള്ളത് അവർക്കൊപ്പമോ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലോ അതും നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കണം. ബന്ധങ്ങളെ നമ്മൾ ആഘോഷിക്കണം. ബന്ധങ്ങൾ എങ്ങനെ ആഘോഷിക്കാൻ പറ്റുക? പൂർണ്ണതയില്. അവിടെ കോപത്തിന്റെയോ വിഷമത്തിന്റെയോ ഒരു കണികയുടെ ആവശ്യം നിങ്ങൾ അവിടെ കൊടുക്കുകയേ വേണ്ട. നിങ്ങൾ തിരിച്ചറിയുക, ജീവിതത്തിന്റെ സ്വഭാവം എന്നുള്ള നശ്വരമാണ്. എത്ര നിമിഷങ്ങളുണ്ട് ഈ ലോകത്തില്, ജീവിതത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്ര നിമിഷങ്ങളുണ്ട്? അതൊക്കെ നശ്വരങ്ങളാണ്. ഈ തിരിച്ചറിവ് തന്നെ കുറച്ചും കൂടെ വിശാലമായൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുവരും. ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും, പല വ്യക്തികളും എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ ഇനി മിണ്ടാനേ പോകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇനിയും കുറേ കാലം ഇവിടെ കിടക്കുകയാണ് എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളില്. അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ ഭയം എന്ന് പറയണത് സത്യത്തില് നമ്മുടെ അജ്ഞതയാണ്. ആ ഭയത്തെ നമ്മൾ അകറ്റണമെങ്കിൽ ജ്ഞാനത്തിലേക്ക് വരണം. എവിടെ ജ്ഞാനം ഇരിക്കുന്നത്? അനശ്വരമായത് ഒന്ന് മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അതാണ് ആത്മാവ്. ആത്മാവിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ആത്മാവിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് എന്നും നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ്. അത് എപ്പോഴും അസ്തിത്വമുണ്ട് ആത്മാവിന്. അതിന് ഒരിക്കലും മരണം സംഭവിക്കുന്നില്ല. രണ്ട്, അതിന് ജനനവും ഇല്ല. ഈ ആത്മാവാണ് നിങ്ങൾ. ഈ ബോധം നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ സൃഷ്ടിക്കണം. അതിനാണ് ജ്ഞാനം കേൾക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നെന്താണ്? ആത്മാവിന്റെ അസ്തിത്വം. ഇനി ആത്മാവ് രണ്ട്, അത് പ്രകാശമാണ്. അതിന് നമ്മൾ ഭാതി എന്നാണ് പറയുക. ആത്മപ്രകാശമാണെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ, സൂര്യൻ, അല്ലെങ്കിൽ ഒരു ബൾബ് കത്തിച്ചിരിക്കുന്ന വെളിച്ചം, അതല്ല പ്രകാശം എന്ന് പറയണത്. പ്രകാശം എന്നാല് അജ്ഞതയെ മാറ്റുന്നത്, അന്ധകാരത്തെ മാറ്റുന്നത്. ആത്മാവ് എന്നാൽ അതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളെ മാറ്റാൻ ഉതകുന്നതാണ് ആത്മാവിനെ കുറിച്ചുള്ള ബോധം. അപ്പൊ ആ ഒരു അന്ധകാരത്തിൽ പെടുന്നതാണ് ഈ ഭയം, നമ്മുടെ പരിഭവങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കോപങ്ങൾ, നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയില്ലായ്മ, അതിൽ മൂലം ഉണ്ടാവുന്ന നമ്മുടെ വ്യക്തതക്കുറവ്. ഇതെല്ലാം അന്ധകാരങ്ങളാണ്. ഞാൻ ആത്മതത്വമാണെന്നുള്ള ബോധം ഈ അന്ധകാരത്തെ എല്ലാം മാറ്റും. അതാണ് ഭാതി. ആത്മാവ് പ്രകാശ സ്വരൂപമാണ്. മൂന്ന്, പ്രീതി എന്നാല് സ്നേഹം. ആത്മാവ് സ്നേഹപൂർണമാണ്. സ്നേഹം എന്താ ചെയ്യുക? ഇപ്പോ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ തമ്മിൽ ചേർന്നിരിക്കും, ഇല്ലേ? നമ്മുടെ ശരീരത്തെ നോക്കിക്കേ. ഈ ശരീരവും നമ്മുടെ മനസ്സും അടങ്ങുന്ന ഈ സത്യത്തെ നോക്കൂ നിങ്ങൾ. പഞ്ചഭൂതങ്ങളും ചേർന്നിരിക്കുകയാണ്. മരണത്തിൽ എന്താ സംഭവിക്കുക? മരണത്തിൽ ഈ പഞ്ചഭൂതങ്ങളും
വിഘടിച്ചു പോവുകയാണ്. അപ്പൊ ഏതോ ഒരു ശക്തി നിമിത്തമാണ് ഈ പഞ്ചഭൂതങ്ങളും ഈ ഞാനെന്ന് പറയുന്ന ഈ ശരീരവുമായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആത്മാവ് എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്നതാണ്. ആത്മാവിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണത്. ഒരു ജ്ഞാന പൂർണ്ണൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരാള് ആത്മാവിനെ അറിഞ്ഞതാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആത്മാവിനെ അറിയുന്ന ഒരാള് സ്വതവേ തന്നെ സ്വാഭാവികമായി തന്നെ ആനന്ദമായി തീരും, പ്രേമസ്വരൂപമായി തീരും. അങ്ങനെയുള്ള വ്യക്തികൾക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ നമ്മളും സ്നേഹത്തിൽ അങ്ങോട്ട് നിറയാൻ തുടങ്ങും. ഭാരതത്തിലെ ഗുരുക്കന്മാര് ഏതൊരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് സന്തോഷവും ആനന്ദവുമാണ്. കാരണം എന്താ? ഗുരു ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നിങ്ങളെയും ആനന്ദത്തിലേക്കാക്കും. ആത്മാവിന്റെ സ്വരൂപം തന്നെ, സ്വഭാവം തന്നെ സ്നേഹമാണ്, പ്രേമമാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയുള്ളത് ആത്മാവിന്റെ അസ്തിത്വത്തിൽ, ആത്മാവിന്റെ സവിശേഷതകളില് നാമവുമുണ്ട്, രൂപവുമുണ്ട്. നാമരൂപ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇത് രണ്ടുമാണ്, നാമവും രൂപവും. ഇപ്പോ ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ പേരിലൂടെ, നാമത്തിലൂടെയും എൻ്റെ ഈ രൂപത്തിലൂടെയുമാണ് അല്ലെ. ഈ നാമവും രൂപവും ഈ കാണുന്ന ശരീരം നശിക്കുന്നതിനോടൊപ്പം തീരുകയാണ്. ആണോ അല്ലയോ? അതവിടെ തീർന്നു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതും നാമത്തിലും രൂപത്തിലാണ്. ഏതെങ്കിലും വ്യക്തിയുടെ രൂപത്തില്, അവരുടെ നാമത്തില് നമ്മൾ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് വിദ്വേഷം ഉണ്ടാവാം. ഇതിൽ മാത്രം നമ്മൾ കുടുങ്ങി കിടക്കാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുവാണ്? ആ വ്യക്തിയോട് ഭയം തോന്നാം, അല്ലെങ്കിൽ വിദ്വേഷം തോന്നാം. ആ വ്യക്തിയും സ്നേഹപൂർണമാണ്, ആ വ്യക്തിയും പ്രകാശമാണ്, ആ വ്യക്തിയും എന്നും നിലനിൽക്കുന്നതാണ്. ഈ കാണുന്ന ശരീരം മാത്രമാണ് നശ്വരം. ഈ ബോധം തന്നെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും നമ്മൾ അകറ്റും. വ്യക്തികളെ സംബന്ധിച്ച് മാത്രമല്ല കേട്ടോ, ഈ ലോകത്തിലെ എല്ലാം, സർവ്വതും, സർവചരാചരങ്ങളും, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ 5 സവിശേഷതകളാണ്. അതാണ് ആത്മാവിന്റെ സവിശേഷതകൾ. നമ്മൾ നാമത്തിലും രൂപത്തിലും കുടുങ്ങാതിരിക്കുക. ഇതിനൊരു ഉപായമുണ്ട്. ഭഗവാൻ പറയുന്നത്, അർജുന, നീ കാണുന്ന ശരീരങ്ങൾ, നീ കാണുന്ന ഓരോ വ്യക്തികളും, യുദ്ധഭൂമിയിൽ വെച്ചിട്ട് പറയുകയാണ്, കൗരവ പക്ഷത്തുള്ളതും പാണ്ഡവ പക്ഷത്തുള്ളതും. അർജുന്റെ വലിയൊരു ചോദ്യമുണ്ട്, വിഷാദത്തിന്റെ അർജുന്റെ ഏറ്റവും വലിയൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഭഗവാനെ, എന്റെ ഗുരുജനങ്ങൾക്കെതിരെ, ഇവരുടെ മരണശേഷം എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇവരെ കൊന്നിട്ട് എനിക്ക് എങ്ങനെ സന്തോഷമായിട്ട് എനിക്ക് രാജ്യത്തെ ഭരിക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം തന്നെ ഏറ്റവും മനോഹരമാണ്. ഭഗവാൻ പറയുന്നത്, അർജുന, നീ കാണുന്ന വ്യക്തികൾ അവരൊക്കെ മരിച്ചവർ തന്നെയാണ്. ജനനമുള്ളവർക്കെല്ലാം മരണമുണ്ട്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയം തനിയെ വിട്ടുപോവുകയാണ്. ഇനി ഏറ്റവും മനോഹരമായ കാര്യം, മരണശേഷം അർജുന, അവർ എന്നിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നിൽ നിന്നുമാണ് അവർ ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ല. ഭഗവാൻ പറയാണ്, മരണത്തിലൂടെ നിങ്ങൾ എന്നിലേക്ക് തന്നെ വരികയാണ്. ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ആ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആരോഗ്യവും അല്ലെങ്കിൽ ചുറ്റുമുള്ള ബന്ധങ്ങളും എല്ലാം ഈ ശരീര സംബന്ധികൾ മാത്രമാണ്. നാമത്തിലും രൂപത്തിലും കുടുങ്ങിക്കിടക്കുന്നവര് അവർക്കൊരിക്കലും സന്തോഷത്തെ കണ്ടെത്താൻ പറ്റില്ല, ആത്മാവിന്റെ സ്വഭാവത്തെ അറിയാൻ പറ്റില്ല. എൻ്റെ അസ്തിത്വം എന്നത് നിലനിൽപ്പ്, എനിക്ക് ജനനവും മരണവും സംഭവിച്ചിട്ടേ ഇല്ല, സംഭവിക്കുകയുമില്ല എന്നുള്ള തത്വം സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല. അവിടെ ഭഗവാൻ പറയാണ്, മരണം എന്നത് ഒരിക്കലും ഒരു അവസാനമല്ല. 2, ആരോഗ്യത്തിന്റെ കാര്യം. ആരോഗ്യം എപ്പോഴും ക്ഷയിക്കാം, ആരോഗ്യം വീണ്ടും വരാം. നമ്മൾ എത്ര മരുന്നുകൾ കഴിച്ചാലും, നമ്മൾ എത്ര ജീവിതത്തിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മൾ ജീവിതത്തിൽ നല്ല മനോഹരമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് നിമിഷവും നമ്മളെ ആരോഗ്യവും നമ്മളെ ക്ഷയിക്കാം, അസുഖങ്ങൾ വരാം, ഇല്ലേ? അപ്പോ നമ്മൾ കൂടുതൽ അതിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെടുമോ എന്നോർത്തുള്ള പേടി, ഇതൊക്കെ അവസാനിക്കുന്നതാണ്. ഈ ബോധം തന്നെ നമ്മളെ ഇതിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കും. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ മാത്രമാണ്. നമ്മൾ നാമത്തിലും രൂപത്തിലും കുടുങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മരണം, ഭയം നമ്മളെ അലട്ടും. പക്ഷേ എല്ലാത്തിലും ഭഗവാനുണ്ട്. ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്, ഭഗവാനിലേക്ക് തന്നെയാണ് നമ്മൾ തിരികെ പോകാൻ പോകുന്നത്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം നമ്മളെ വിട്ടകലും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകാശം ഉള്ളിടത്ത് അന്ധകാരം ഇല്ല, ഭയം ഉള്ളിടത്ത്, അന്ധകാരം ഉള്ളിടത്ത് ജ്ഞാനമാകുന്ന, സന്തോഷമാകുന്ന പ്രകാശം ഉണ്ടാവുകയുമില്ല.
അപ്പോ ജ്ഞാനത്തെ സമ്പാദിക്കുക, ജ്ഞാനത്തെ എപ്പോഴും കേൾക്കുക. നമ്മുടെ ജീവിതം തന്നെ ആനന്ദമാണ്. നമ്മുടെ ജീവിതം അത് എന്നും നിലനിൽക്കുന്നതാണ്. ആത്മാവ് എന്ന് പറയണ എൻ്റെ നിലനിൽപ്പ് അത് എന്നും ഉള്ളതാണ് എന്ന ബോധം ഉള്ളിൽ നിറയുന്ന പക്ഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം വിട്ടകലാൻ തുടങ്ങും. ഈ ബോധത്തിൽ നമ്മൾ സംഭവിക്കുന്ന ഒരു ആനന്ദമായിരിക്കും. ഈ ആനന്ദത്തില് ജാഗ്രത കൂടാൻ തുടങ്ങും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഭയത്തിൽ ജാഗ്രതയുണ്ട്, എന്നാൽ ആനന്ദത്തിലുള്ളൊരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രതയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെ നമ്മൾ സഹജീവികളുടെ അവരുടെ വികാരങ്ങളും അവരുടെ സ്വഭാവങ്ങളും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, എങ്ങനെ ജീവിതത്തെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ പ്രകൃതിയിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെയും സഹായിച്ച് പ്രകൃതിയുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിക്കാം എന്നുള്ളതെല്ലാം ജാഗ്രതയുടെ പുറത്താണ് സംഭവിക്കുന്നത്. ഈ ജാഗ്രത നമ്മളിൽ നിന്നും ഉണ്ടാവാൻ തുടങ്ങും. ഇതാണ് ആനന്ദത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോ ഭയം ഒരിക്കലും ജീവിതത്തിന്റെ ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. ഭയം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷേ ഈ ഭയത്തെക്കാളും ഉപരിയായിട്ട് അവിടെ ആത്മാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നിങ്ങളെ ആനന്ദത്തിലേക്ക് എത്തിക്കും. അപ്പൊ ഭയത്തെ ഇല്ലാതാക്കാൻ നോക്കൊന്നും വേണ്ട. നിങ്ങൾ ജ്ഞാനത്തെ സമ്പാദിച്ചാൽ മാത്രം മതി. ആ ജ്ഞാനത്തെ സമ്പാദിക്കുക മാത്രമല്ല, ആ ജ്ഞാനം അനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെയും ചിന്താഗതിയും ചിട്ടപ്പെടുത്തി കർമ്മം ആചരിക്കാൻ തുടങ്ങുകയും വേണം. അതിന് നിരന്തരം നിങ്ങൾ ഭഗവാനോടൊപ്പം ചേർന്നിരിക്കണം. ഇനി ആ ചേർന്നിരിക്കുന്നതാണ് സത്യത്തില് നമ്മൾ നിരന്തരമുള്ള നമ്മുടെ ധ്യാനം, നിരന്തരമുള്ള നമ്മുടെ സേവ, നിരന്തരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം. ഇത് മൂന്നും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തനിയെ സംഭവിക്കുന്നതാണ് ആനന്ദം. അവിടെ തനിയെ ഈ ഭയം നിങ്ങളെ വിട്ടകന്ന് പോകുന്നതുമായിരിക്കും.